അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നു വരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു പാക്കേജുകൾ നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മൾ ഇതിനകത്തുണ്ട്. അതുപോലെ കൺട്രി ഫോക്കസ് ഫിലിം, അത് നമ്മൾ അർമേനിയയാണ്. ഇത്തവണ അർമേനിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 100 വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. നമ്മുടെ മലയാള സിനിമയും ഇപ്പോൾ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു നമുക്ക് അന്യമായ എന്ന് പറയാവുന്ന ഒരിടത്തെ സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും അനുഭാവവും പ്രകടിപ്പിക്കുക കൂടിയൊക്കെയാണ് ആ ഒരു കൺട്രി ഫോക്കസ് വിഭാഗത്തിലേക്ക് അത് വരുന്നത്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ സിനിമകൾ, ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ, അങ്ങനെ ഒരു ലോക സിനിമാ വിഭാഗമുണ്ട്. അതിൻ്റെ തന്നെ മത്സര വിഭാഗമുണ്ട്. പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പിന്നെ പാക്കേജുണ്ട്. മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട്. അതുപോലെ നമ്മൾ ഹോമേജ് വിഭാഗമുണ്ട്. നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന, അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട്. ഇതിനൊക്കെ പുറമെ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെക്കുറിച്ചാണ്. വെറുമൊരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ ചർച്ചകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഇൻ കോൺവെർസേഷൻ ഉണ്ട്, നമ്മുടെ പിന്നെ മീറ്റ് ദ ഡയറക്ടേഴ്സുമായി അങ്ങനെയുള്ള പരിപാടികളുണ്ട്, ഓപ്പൺ ഫോറമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഫെസ്റ്റിവൽ വേദി മാറുകയാണ്. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ചില എക്സിബിഷൻ ഉണ്ട്. നമ്മൾ പിന്നെ ലോക സിനിമയിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ ചിത്രങ്ങൾ അവരുടെ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പ്രത്യേക രീതി നമ്മൾ ടി കെ രാജകുമാറാണ് അതിൻ്റെ ക്യൂറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിലെയും ഒക്കെ ഒരു പ്രാതിനിധ്യം അതിനകത്തുണ്ടാവും. അങ്ങനെ ഒരു 50ഓളം പേരുടെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുന്നു. പിന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കുറേ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ആഘോഷത്തിൻ്റെ പൊലിമയും അതിൻ്റെ ഒരു പ്രൗഢിയും ഒന്നും ഒട്ടും മങ്ങിപ്പോകാതെ തന്നെ നമ്മൾ ഏറ്റവും ഒരു കൃത്യമായി ഇത്തരം കാര്യങ്ങൾ എക്സിബിഷൻ ഉൾപ്പെടെ ഇതെല്ലാം വളരെ ഇതായിട്ട് പിന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. 27-ാം തീയതി അതായത് നാളെ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ ടൂറിംഗ് ടോക്കീസിൻ്റെ ഒരു സംവിധാനമുണ്ട് നമുക്ക് അക്കാഡമിക്ക്. അവിടെ നിന്ന് ഈ പിന്നെ ഫെസ്റ്റിവലിൻ്റെ ഒരു വിളംബര ഒരു 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 അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം എല്ലാ ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നാളെ അതിൻ്റെ ഒരു പ്രയാണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അത് നമ്മൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എല്ലാ ജില്ലകളിലും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അത് നാളെ മുതൽ വന്നിട്ട് ഈ ഫെസ്റ്റിവലിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസങ്ങളിൽ അത് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നാണ് നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം വളരെ അതിൻ്റെ എല്ലാ സംഘാടനങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന വട്ട ഒരുക്കത്തിലാണ്. പിന്നെ ഇത്തവണ നമുക്കിനി പ്രഖ്യാപിക്കാനുള്ളത് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെസ്റ്റിവലിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരം, അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഒപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം അത് പ്രഖ്യാപിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ജൂറിയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർപേഴ്സൺ, അത് അവിടെയൊക്കെ നമുക്കൊരു പ്രത്യേകത ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇവിടെയൊക്കെ ഒരു വലിയ വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം നമ്മൾ ഇപ്രാവശ്യം ഉറപ്പുവരുത്തുകയാണ്. അതായത് ലോക സിനിമയിൽ വനിതാ സംവിധായകർ, വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ സംഭാവനയുണ്ട്. പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു ഉണ്ടായ ഈ കുറേ ചർച്ചകളുണ്ട് നമ്മുടെ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അവസരം കൂടി ആയതുകൊണ്ട് തന്നെ ഈ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ, അവരുടെ ഒരു ശാക്തീകരണത്തിൻ്റെ, ഒരു സ്ത്രീ സമത്വത്തിൻ്റെ, അല്ലെങ്കിൽ സ്ത്രീകളെ അവരുടെ പ്രതിഭയെ അവരുടെ സംഭാവനകളെ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും അതിനെ അക്നോളജ് ചെയ്യുന്ന ആ തരത്തിലുള്ള അത് എല്ലാ ഇടത്തും അത്തരമൊരു സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പോലും അതിനകത്ത് 4ഓളം സിനിമകൾ, അതൊരു സ്ത്രീപക്ഷ സിനിമകളൊന്നും അല്ലെങ്കിൽ സ്ത്രീ സംവിധായകരുടെ ഒക്കെയുള്ള 4ഓളം സിനിമകൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്ര പിന്നെ മത്സര വിഭാഗത്തിൽ മലയാള സിനിമയിൽ നിന്നൊരു സ്ത്രീ സംവിധായകരുടെ സിനിമ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്.
അതുപോലെ നമ്മൾ ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനും ആ പുരസ്കാരത്തിനും അതൊരു സ്ത്രീ സംവിധായികയുടെ ഒരു വലിയ ഒരു പ്രതിഭയാണ് അതിൽ ലോക സിനിമയിൽ. അതാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത്. അവരുടെ പേര് തൽക്കാലം ഇപ്പോൾ പുറത്ത് അത് പറയാനൊരു കൺഫർമേഷൻ വരാനുണ്ട്. അതുപോലെ സ്പിരിറ്റ് ഓഫ് സിനിമ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു വലിയ ഈ സ്ത്രീ പ്രതിഭകളെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, അവരെ അവരുടെ സംഭാവനകളെ മാനിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു മേളയായിട്ട് ഈ മേളയ്ക്ക് അത്തരമൊരു സവിശേഷതകൾ കൂടിയുണ്ട്. ഒരു സ്ത്രീകളെ കൂടുതൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നുകൂടിയായിട്ട് ഈ മേള മാറും. അപ്പോൾ അത് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനെ ആ രീതിയിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്താനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമുക്ക് പറയാനാകും. ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഫിലിം മാർക്കറ്റിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ഷാഹിദ് സാറോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാറും ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകി കഴിഞ്ഞു. ഫിലിം മാർക്കറ്റ് കഴിഞ്ഞ വർഷം സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ഫിലിം ഫെസ്റ്റിവലിനോട് കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. വിശ്വ സിനിമയുടെ വേദിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ എത്തിക്കുന്നതിനും ആ മേഖലകളെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആയാലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയാലും സംവിധാനമായാലും അതിൻ്റെ ഇപ്പോൾ നൂതനമായ സാങ്കേതിക വിദ്യ ആയാലും അത് പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇതൊരു വിശ്വ മീഡിയയാണല്ലോ, ഇതൊരു വലിയൊരു ആശയമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ അതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിലും ഒക്കെ ആ അറിവുള്ള മേഖലയെ നോളജ്, അതുകൊണ്ടാണ് ഇവിടെ നോളജ് ഷെയറിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെ ആ വലിയ മേഖലയിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് വിശ്വ ദർശനമുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ആ നോളജ് ഉള്ളവരെ കണ്ടെത്തി, ആ പ്രതിഭകളെ കണ്ടെത്തി അവരെ ആ മേഖലകളിലുള്ള വളരെ വിദഗ്ധരുമായി പരിചയപ്പെടുത്തുക, അവരെ അതിനെ പരിശീലിപ്പിക്കുക. നാളുകളിൽ കേരളം വിശ്വ സിനിമാ വേദിയുടെ ക്രിയേറ്റേഴ്സായി മാറുന്ന തരത്തിലുള്ള പ്രതിഭകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഫിലിം മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ ഫിലിം കൺവെൻഷൻ എന്നുള്ള തരത്തിൽ തന്നെ നമുക്കിതിനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷാഹിദ് സാറിൻ്റെ ഈ കൺസെപ്റ്റ് ആ തരത്തിലാണ് നമ്മളത് വികസിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഭാഗമുണ്ട്. അവിടെ കുറേയേറെ അക്കാഡമിക് തലത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫിലിം മാർക്കറ്റ് ഇതിൻ്റെ ദാർശനികവും ഫിലോസഫിക്കലുമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ളതുമായ മേഖലകൾ നമ്മുടെ തലമുറയെ പരിചയപ്പെടുത്തണമെന്നും അത് നാളെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സിനിമകൾ നാളെ വിശ്വവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വരും തലമുറയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ഫിലിം മാർക്കറ്റ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് വരുന്ന ഓരോ പ്രമുഖരായ ആളുകളെ സംബന്ധിച്ചൊക്കെ സാറ് വിശദമായിട്ട് പറഞ്ഞു. അതാണ് ഫിലിം മാർക്കറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അത് സാറ് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തുടങ്ങി ഈ വർഷം അതിനെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വരും വർഷങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്കും വലിയ തോതിൽ ആളുകൾ ഇതിനെ തേടി വരുന്ന തരത്തിലേക്കുമുള്ള എന്താണ് ഇതെന്ന് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് തേടി വരുന്ന തരത്തിലേക്കും ഈ ഫിലിം മാർക്കറ്റ് ഒരു മറ്റ് സാറ് പറഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെയും ഈ ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേക സെഷനായി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാളുകളിൽ നമ്മുടെ കേരളത്തിലും ഈ ഫിലിം മാർക്കറ്റ് ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാർ വളരെ വിശദമായി ഇതിനകത്ത് സംസാരിച്ചു കഴിഞ്ഞു.
ഇതാണ് എനിക്ക് ഇത്രയും ഭാഗം മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം തീർച്ചയാണ് നമുക്കും അത് കുറച്ച് സമയം വേണം. പക്ഷേ ഈ കാലഘട്ടത്തിൽ മീഡിയ വളരെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്നത് സന്ദർഭമായതുകൊണ്ട് കൂടുതൽ വേഗത്തിൽ നമുക്കിത് വളരാനുള്ള ഒരു സന്ദർഭമായിട്ടും കൂടി ഇത് കരുതാം. പക്ഷേ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മലയാള സിനിമയിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഈ ഫിലിം മാർക്കറ്റ് ടെക്നീഷ്യൻസ് ആയാലും ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഈ അവസരം ഉപയോഗിക്കുക എന്നുള്ള ആഗ്രഹം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇത്തവണ വയനാട് ജില്ലയിൽ മാത്രമാണ് എത്താത്തത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട്, തൃശ്ശൂർ, വയനാട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിനകത്ത് എറണാകുളത്തെത്തും. എറണാകുളം, പിന്നെ കോട്ടയം, അങ്ങനെ ആണ് വരിക. വയനാട് മാത്രമേ ഇപ്പോൾ നമ്മൾ ഇല്ല. പാലക്കാട് ജില്ല ഒക്കെ പോയിട്ടായിരിക്കും, മലപ്പുറം ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ആശയം വരുന്നുണ്ടല്ലോ, അത് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എത്രത്തോളം ഉപകാരപ്പെടും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിനിമ നിർമ്മാണത്തിന് നിൽക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും ഈ B2B എന്ന് പറയുന്നത്? ഇതിപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി ഒരുപാട് രാജ്യങ്ങളിൽ പടങ്ങൾ കോപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അവരുടെ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇഷ്യൂ പലപ്പോഴും യൂറോപ്പിൽ, ഇപ്പോൾ ഞാനടക്കം നമ്മുടെ പടം കൊണ്ട് പോകുമ്പോൾ അവർ കാണുന്ന വിധം നമ്മൾ കാണുന്ന വിധത്തിലല്ല. ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അറിവ് നമുക്ക് കൊടുത്താൽ പ്രൊഡ്യൂസർമാർക്ക് ഈ പടങ്ങൾ വിൽക്കാനുള്ള പ്ലാറ്റ്ഫോം, ഈവൻ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും അതുപോലെ ഒരുപാട് ഏരിയകളിലേക്ക് അവർ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തതയോടുകൂടി പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് ഈ ഡിസ്കഷൻ മാറുകയും പ്രൊഡ്യൂസർമാർക്കും ടെക്നീഷ്യൻസും അത് തീർച്ചയായിട്ടും വളരെയധികം അറിവായിട്ട് അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ നേരത്തെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ കോപ്രൊഡക്ഷനിലേക്ക് എത്തുകയും പിന്നെ അവരുടെ അനുഭവങ്ങൾ ഇവർക്ക് പങ്കിടാനുള്ളൊരു സന്ദർഭമായിട്ടും കൂടെ മാറ്റുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഡ്യൂസർമാർക്ക് ഒരുപക്ഷെ ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്ന, ഇപ്പം നമ്മളൊരു സ്ക്രീൻ പ്ലേ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ കൊടുത്താൽ അത് ഒരു മാർക്കറ്റ് ചെയ്യുന്നത് ഇന്നിപ്പം പലപ്പോഴും അതിനകത്ത് അഭിനയിക്കുന്ന വ്യക്തികളെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ലോകം വളരെ വലുതായ ഒരു മാർക്കറ്റായിട്ട് മാറിയത് കൊണ്ട് നമ്മുടെ സിനിമ വിൽക്കാനുള്ള ഒരു സന്ദർഭം കൂടി ഈ ഒരു സന്ദർഭമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതിന് അവർക്കൊരു ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പം IFFKയിൽ ഫിലിം ബസാറുണ്ട്. ഇപ്പം പണ്ട് പല പടങ്ങളും ഒരുപക്ഷെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും അവിടെ മാർക്കറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് അവരുമായിട്ടൊരു ബന്ധമാണ്. അതിപ്പം 10-30 വർഷത്തിനോളം അടുപ്പിച്ച് അത് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോഴും നമ്മളിന്ന് നമ്മുടെ കൂടെ സഹകരിക്കാൻ ഏറ്റെടുത്ത വ്യക്തികളൊക്കെ വളരെ അറിവുള്ളവരും അല്ലെങ്കിൽ ആ രംഗങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തികളും ആയതുകൊണ്ട് നമ്മളത് കൂടുതൽ ഒരുപക്ഷെ ആ സന്ദർഭം കുറേ കൂടെ അറിവിൻ്റെ ഒരു സന്ദർഭമായിട്ട് അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു മാതൃകയാക്കാനാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ IFFIയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് 48 അവർ ഫിലിം മേക്കിംഗ് ചാലഞ്ച് ഒക്കെ നടത്തുന്നത്. ഇത്തവണ കിട്ടിയിട്ടുള്ള ഒരു മലയാളി ടീമിനാണ്, കൊറിയൻ ടീമിനാണ് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വല്ല പ്രോഗ്രാംസ് നമ്മളതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മളിത് 2ാമത്തെ ഇവൻ്റ് അല്ലേ. മറ്റേത് ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അവർ വളരെ വേഗം ആലോചിക്കാവുന്ന ഒരു സന്ദർഭമാണ്, മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇപ്പം മറ്റുള്ള OTT പ്ലാറ്റ്ഫോമുകൾ, മറ്റുള്ള തിയേറ്ററുകളിൽ ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയപ്പോൾ മലയാള സിനിമയുടെ പല പതിപ്പുകളും മലയാളത്തിൽ ഉള്ള പടങ്ങൾ അവിടെ വിറ്റുപോയോ അതോ അതൊരു പൈരസിയുടെ ഭാഗമായിട്ട് അവിടെ എത്തിയതാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അവിടെയൊക്കെ തന്നെ നമുക്ക് ക്ലാരിറ്റി വേണം.
അപ്പോൾ പൈറസിയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് അത് മാറുന്നത്. നമ്മുടെ OTT പ്ലാറ്റ്ഫോമൊക്കെ അവിടെയും കാണാവുന്ന ഒരു ഇൻ്റർനാഷണലി എക്സിബിറ്റ് ചെയ്യാവുന്ന ഒരു റേഷ്യോ നമുക്ക് വരുന്നുണ്ട്. അപ്പം അത് ഉപയോഗിക്കുക എന്നുള്ളതും കൂടിയാണ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ലെവലിൽ അവർ കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഗോവയ്ക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഈ ഫിലിം ബസാറിനായാലും ഫെസ്റ്റിവൽ നടത്താനായിട്ടും ഗോവ ഗവൺമെൻറ് അടക്കം 10-20 കോടിക്ക് മുകളിൽ. അതേസമയം നമ്മൾ വളരെ ചെറിയൊരു തുകയിലാണ് നമ്മൾ ഷാർപ്പായിട്ടാണ് നമ്മളിത് കൺസീവ് ചെയ്തിട്ടുള്ളത്. കിട്ടുന്ന പണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി ഉപയോഗിക്കണം എന്നുള്ളത് ആണ് നമുക്ക് ഇത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ക്ലാരിറ്റിയുടെ ഒരു സർഫസിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. വളരെ നമ്മൾ തന്നെ പലരുടെയൊക്കെ ഇത് നടത്തുമ്പോൾ പലരോടൊക്കെ സ്പോൺസർഷിപ്പൊക്കെ ചോദിച്ച് അവിടെ നിന്നൊക്കെ പൈസ സംഘടിപ്പിച്ചിട്ടാണ് ഈ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ക്ലാരിറ്റി ഉണ്ട്. ഗവൺമെൻറ് തരുന്ന തുകയ്ക്കൊപ്പം തന്നെ വലുതാകാനുള്ള ഒരു ശ്രമം ഒരു 3-4 വർഷം കഴിയുമ്പോൾ വലിയൊരു ഇവൻ്റായിട്ട് മാറ്റണം എന്നുള്ളൊരു നോളജ് ഷെയറിങ് ഇവൻ്റായിട്ട് മാറ്റണം എന്നുള്ളത് കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തവണ ശ്രീലങ്കയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ഫിലിമിൽ ഷാഹിദ് സാറിനാണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറി ചെയർമാൻ കൂടിയായിരുന്നു സാറ്. 25-ാം തീയതിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ അവാർഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല എന്ന വിവരം കൂടി മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുക. മറ്റൊരു വിഷയം, അതായത് ഈ നമ്മുടെ OTT-കളടക്കം ഒരുപാട് മലയാളത്തിലടക്കം ഒരുപാട് വെബ് സീരീസ് വരുന്ന ഒരു സമയമാണ്. ഇത്തരം വെബ് സീരീസുകൾക്ക് ഒരു സെൻസറിങ് വേണം എന്നൊരു അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇപ്പം ടെലിവിഷനിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത ഡെസിഷൻ സെൽഫ് സെൻസറിങ് ആണ്. അപ്പോൾ അതായത് നമ്മളൊരു ബ്രോഡ്കാസ്റ്ററായിട്ട് മാറുമ്പോൾ പബ്ലിക്കിനോടുള്ള റെസ്പോൺസിബിലിറ്റി അവർ പുലർത്തണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് സെൽഫ്. ഇപ്പോൾ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിന് പബ്ലിക്കിനോട് ഒരു ഭയങ്കര ഒരു കൾച്ചറൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ അത് എടുക്കുന്ന വ്യക്തികൾ, അത് കാണിക്കുന്ന വ്യക്തികളുടെ മോറൽ ഓബ്ലിഗേഷൻസാണ് ഇവിടെ നമ്മൾ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പബ്ലിക്കിനോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ് വാസ്തവത്തിൽ വെബ് സീരീസ് ഉണ്ടാക്കുന്നവരും അതല്ലെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ഇടയിൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സെൽഫ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അവരെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കലയെന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, വെബ് സീരീസ് ആയിക്കോട്ടെ, ടെലിവിഷൻ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ്. അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി അത് ഏത് തന്നെ ആയിക്കോട്ടെ, അതൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കല കൈകാര്യം ചെയ്യുന്നവർക്ക്, അത് സൃഷ്ടിക്കുന്നവർക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ സിനിമയിലൊക്കെ അങ്ങനെ ഒരു സെൻസറിങ് സംവിധാനമൊക്കെ നമ്മൾ ഒരു സ്വയം ഉത്തരവാദിത്തം പാലിക്കപ്പെടാതെ പോകുമ്പോൾ അത്തരം ചില ഇടപെടലുകൾ ആവശ്യമാണ്. ഇവിടെയും അതൊക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സെൻസറിങ്ങിന്റെ കാര്യം. പക്ഷേ നമ്മുടെ ടെലിവിഷൻ സീരിയലുകളുടെ മേഖലയിൽ ഇപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം അവർ തന്നെ പറയുന്നത് ഓരോ ദിവസവും അന്നന്ന് ഷൂട്ട് ചെയ്ത് അന്നന്ന് വൈകുന്നേരം കാണിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴാണ് സെൻസറിങ് അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറ്. പക്ഷെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നമ്മുടെ പല മലയാള സീരിയലുകൾ എല്ലാത്തിനെ കുറിച്ചുമല്ല, എല്ലാത്തിനെ കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നതല്ല, പലതും എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വയം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയും വേണം. എത്രത്തോളം ഇത് നമുക്കൊരു ബോധപൂർവ്വ ഒരു സെൻസറിങ് സംവിധാനം പ്രായോഗികമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഈ മേഖലയിൽ സിനിമയിലത് ഓക്കെ, പക്ഷെ സീരിയൽ മേഖലയിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊരു പ്രശ്നമാണ്. മലയാള സിനിമയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു കല എന്ന് പറയുന്നത് കലാകാരൻ അവന്റെ സൃഷ്ടിയാണ്. അപ്പൊ അവന്റെ ഇമാജിനേഷനിലായിരിക്കും അത് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇന്ന സീന് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബ്ലഡ് വരുന്ന സീനാവും, അല്ലെങ്കിൽ കൊല്ലുന്ന സീനാവും, അതിന് പ്രാധാന്യം ഉണ്ടാവും. സെൻസർ ബോർഡിലേക്ക് വരുമ്പോൾ ഒരു 3-4 പേര് തീരുമാനിക്കുന്നതല്ലല്ലോ. അല്ല, ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കൈകടത്തലൊന്നുമില്ല. കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവുക തന്നെ വേണം
എന്നാഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് ഈ പ്രത്യേകിച്ചും ടെലിവിഷൻ സീരിയലുകളൊക്കെ കുടുംബ സദസ്സുകളെയാണ് അത് അഡ്രസ് ചെയ്യുന്നത്. അത് പലപ്പോഴും കുട്ടികളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന ദൃശ്യങ്ങളുടെ ഒരു ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, ഇങ്ങനെയാണ് മനുഷ്യ ബന്ധങ്ങൾ എന്നൊക്കെയുള്ള ഒരു നിർവചനത്തിലേക്ക് അവരെത്തിച്ചേരുകയും അവരുടെ ജീവിതം തന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കാഴ്ചകളുടെ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ജീവിതത്തോടുള്ള സമീപനവും ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ വരും തലമുറകളെ കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് നമ്മളിത്. ഈ ക്രിയേഷൻ നമ്മൾ പലതും നമുക്കൊക്കെ അറിയാം. ഒരു ക്രിയേറ്റർ എടുക്കേണ്ട തീരുമാനം അവരുടെ സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവുക എന്നുള്ളത് സ്വയം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഈ സിനിമ നയരൂപീകരണ സമിതിയുടെ യോഗം നമ്മൾ സെപ്റ്റംബറിൽ ചേർന്നിരുന്നല്ലോ. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഏതാണ്ടൊരു കുറേയൊക്കെ അവർക്കിടയായിട്ടുള്ള പോളിസിയുണ്ട്. അപ്പോൾ ആ പോളിസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ കൂടെ വെച്ചിട്ട് നമ്മൾ അവിടെ അംഗീകരിക്കുകയും ഒരു 1-2 ദിവസം വലിയൊരു കൺവെൻഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം പിന്നീട് നമ്മളൊരു ഫോമാക്കിയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയും പിന്നീട് ഗവൺമെൻറ് അത് ഈ പറഞ്ഞ മാതിരി അതൊരു സ്റ്റേറ്റിൻ്റെ പോളിസിയാണ്. അത് ഒരു കാലഘട്ടത്തിനെ അതിജീവിച്ച് നിൽക്കേണ്ട ഒരു പോളിസി കൂടിയാണ്. അത് ഈ ഇൻഡസ്ട്രി വളരാനായിട്ടുള്ള സന്ദർഭങ്ങൾ കൂടുതൽ അതിനകത്ത് കാണുകയും വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ ലേബറിൻ്റെ ഇഷ്യൂസുകളും ഒക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും പോളിസി ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും പലർക്കും ഈ പറഞ്ഞ മാതിരി അവരുടെ ക്രിയേഷന് അവരുടേതായിട്ട് അവർക്ക് ആർട്ടിസ്റ്റുകൾ ഏത് കാലഘട്ടത്തിലും ഒരു പക്ഷേ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പം അതെല്ലാ ഏരിയകളിലും അപ്പം ആ സ്ട്രഗിളിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സിനിമ നിർമ്മാണത്തിന് സബ്സിഡികൾ നിരവധി ഉണ്ടാവും. നമ്മൾക്ക് ഇപ്പോൾ ചിത്രാഞ്ജലി പാക്കേജ് എന്നുള്ളതിലുപരി ഈ ഏതെങ്കിലും ഒരു സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ടുള്ള ഈ ചർച്ചകളിലുണ്ടോ, ഈ പറയുന്ന പ്ലാനുകളിലുണ്ടോ എന്തെങ്കിലും? മഹാരാഷ്ട്രയിൽ ആദ്യത്തെ പടത്തിന് സബ്സിഡി കൊടുക്കില്ല, രണ്ടാമത്തെ പടത്തിനെ കൊടുക്കുള്ളൂ. അത് തന്നെ നാഷണൽ റെക്കഗ്നേഷൻസിനോ അവാർഡൊക്കെ കിട്ടിയാൽ സബ്സിഡിയുടെ എണ്ണം കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നല്ലതെന്ന് തോന്നുന്നത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 250 ഫിലിംസ് സെൻസർ ചെയ്തിട്ടുണ്ട്, 100 റിലീസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പക്ഷെ പഴയ ഫിലിംസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തിയേറ്റർ ടൈം ഇത് പോകുകയല്ലേ, ഈ കൂടുതൽ ഫിലിംസ് റിലീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നു. അത് ഈ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു നമുക്ക്. അപ്പം തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് KSFDCയുടെയും അതല്ല. പണ്ട് 1200 സീറ്റ് തിയേറ്റേഴ്സ് ഉള്ളതിൽ നിന്നിപ്പോൾ 600-700 തിയേറ്റേഴ്സായിട്ട് മാറി. അതേസമയം പ്രൊഡക്ഷൻസ് കൂടുകയും ചെയ്യും. ഈ പണ്ട് 1200 തിയേറ്റേഴ്സുകൾ ഒരു പടത്തിന് 365 ദിവസവും ഓടിച്ചിരുന്നു. ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 365 ദിവസം ഓടുന്ന ഒരു സിനിമയെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. 3-4 ദിവസങ്ങൾ കൊണ്ട് പടം ഓടിത്തീരുകയും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അവിടെ കുറേ കൂടെ ഈ അർത്ഥത്തിൽ നമ്മൾ ഈ ഡെൻസിറ്റി ഓഫ് തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമം KSFDC എടുക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഫിലിം മേക്കേഴ്സിന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഈ ക്രിയേറ്റീവ് ടാലൻസിനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ബിക്കോസ് നമ്മുടെ കൾച്ചറൽ ഈത്തോസ് ഡിഫറെൻ്റ് ആണല്ലോ അവരുടെ. അല്ലാതെ ഒരു ടെലിവിഷനിലോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയയിലോ ചോദിക്കുന്ന ചോദ്യങ്ങളാവില്ലെന്ന് പേഴ്സണലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോഫി ടേബിളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് വേരിയേഷൻസിന് അവിടെ വരും. ക്രിസ്പായിട്ടുള്ളതല്ല, അതൊക്കെ തന്നെ ഒരു ഇൻഫർമേഷനാണ്. പേഴ്സണൽ മീറ്റിങ്സ്, സിനിമ തന്നെ ഒരു പേഴ്സണൽ ഏരിയയാണ്. കാരണം ആദ്യത്തെ ഡെമോക്രാറ്റിക് പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ തിയേറ്ററാണ്, ഡെമോക്രാറ്റിക്കായിട്ട്. അപ്പോൾ അത് ട്രെയിൻ പോലെ തന്നെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം
അത് തിരിച്ചു കൊണ്ടുവരാം. പണ്ട് കോഫി ഹൗസ് കൾച്ചറൊക്കെ ഇല്ലായിരുന്നു, ആൾക്കാരിന്ന് സംസാരിക്കുക ഒരുമിച്ച്. ഇപ്പം മീഡിയയിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഈ ഇൻഫർമേഷൻ പേഴ്സണൽ ലെവലിൽ വളരുമ്പോൾ ക്രിയേറ്റർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. മറ്റേത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റഡ് ഓഡിയൻസും കമ്മിറ്റഡ് ട്രെയിനിങ്ങും സ്കൂളിൽ പോയി പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ കമ്മിറ്റഡ് ആണ്. ആ കമ്മിറ്റ്മെൻ്റാണ് ഇവിടെ വ്യക്തതയോടുകൂടി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു വലിയൊരു സിനിമ എന്ന് പറയുന്നത് നേരത്തെ പ്രേംകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ വ്യക്തത എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ വരുന്ന ലോകം എന്ന് പറയുന്നത് അടുത്ത ജനറേഷനാണ്. അപ്പം അടുത്ത ജനറേഷൻ്റെ ഫോർമാറ്റീവ് സ്റ്റേജിൽ സിനിമയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. സിനിമ ഇന്നും നിലനിൽക്കുന്നത് 14 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു ഓഡിയൻസിൻ്റെ ഇടയിലാണ്. അവരുടെ സിനിമ ഒരു കാലത്തും ഏജ്ഡ് ആവില്ല. പക്ഷെ ഈ ഏജ്ഡ് ആകാത്തത് കൊണ്ട് തന്നെ അവർക്ക് ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റ് പലതരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഡെഫിനേഷൻ അല്ല ഇവിടെ ഉള്ളത്. മോർ ദാൻ ദാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിഫൈൻ ചെയ്യുന്ന ഒരു കൾച്ചറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് കൂടിയായിട്ട് ഇതിനെ കൺസീവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു റിഫൈൻഡ് ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിന് സിനിമയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇപ്പം ഈ നമുക്കൊക്കെ അറിയാമല്ലോ സ്റ്റോറി ടെല്ലർ ഇപ്പം പണ്ട് നമുക്ക് സിനിമ എന്ന് പറയുന്നത് പോലെ ഒരു മതേതര സംസ്ഥാനമായിട്ട് മാറ്റുന്നതിന് പഴയ ആൾക്കാരുടെ വർക്കുകളായിരുന്നു വാസ്തവത്തിൽ ഈ മതേതര കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ സിനിമയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇപ്പം കെറ്റി മുഹമ്മദായാലും ബഷീറായാലും പറപ്പുറമായാലും ഒക്കെ അവരുടെ കഥകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നമുക്ക് ഈ സൊസൈറ്റിയെ കുറേ കൂടെ റിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് സിനിമയിൽ കൂടി ആകുമ്പോഴാണ് കൂടുതൽ റിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിൽ കുറേ കൂടെ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് നമുക്ക് കൺസീവ് ചെയ്യാം എന്നുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് ഇതിനെ കൺസീവ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് ആദ്യത്തെ ഫിലിം മാർക്കറ്റിൽ ഐ മീൻ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? Whom do you expect to participate in this market? കഴിഞ്ഞ തവണ ഇൻഡസ്ട്രിയിൽ 40 പേര് 50 പേരൊക്കെ പല സംഘടനകളിൽ നിന്നാണ്. നമ്മളിപ്പോഴും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന പ്രൊഫഷണൽസിന് ഇവിടെ വരാനുള്ള സാധ്യത അവർ ഒരുക്കി കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവരുടെയും കൂടെ റിക്വയർമെൻറ്റാണ്. ഈ പല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ചേംബറുണ്ട്, FIFK ഉണ്ട്, അമ്മയുണ്ട്, WCC ഉണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ഒരു മോറൽ ഒബ്ലിഗേഷൻസ് ഇതിനകത്തുണ്ട്. അവരും ഇതിനകത്ത് പങ്കെടുക്കേണ്ടത്. അവിടെ വർക്ക് ചെയ്യുന്നവരും അവർ കണ്ടുപിടിച്ച വ്യക്തികൾക്കും ഇങ്ങനൊരു സ്പേസ് ഇല്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു മട്ട് നമ്മളൊന്ന് ആലോചിച്ച് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിസിപ്പേഷന് ശരിക്കും എമൗണ്ട് ഒരു പ്രതിസന്ധി ആവുന്നപ്പോഴെങ്കിലും തോന്നുന്നു. ഇപ്പം ഒരു ആനിസ് കുടാടിന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ വരികയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഓസ്കർ നോമിനേഷനുള്ള ഒരു അല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമയ്ക്ക് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ഡെനിസ് ക്ലെയർ അവരുടെ ഫോട്ടോഗ്രാഫറാണ്. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യുന്നത് പണത്തേക്കാൾ കൂടുതൽ നേരിട്ട് കണ്ട് സംസാരിച്ച് കിട്ടുന്ന അനുഭവമാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്നതിന് അവർ പലപ്പോഴും ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുവരണം, ഇവിടെ താമസിപ്പിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു വിഷയം നമുക്ക് തുടങ്ങി വെച്ച് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തന്നെ ഇത് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷനോടുകൂടി ഇത് ചെയ്യണം എന്നുള്ളതാണ്.
പറഞ്ഞതിൽ ഈ വർഷത്തെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ സിനിമകളും അല്ലെങ്കിൽ സ്ത്രീ സംവിധായകർ ഒക്കെ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ തോന്നിയാണോ അതോ സിനിമാ മേഖലയിലെ അങ്ങനെയല്ല. സ്ത്രീകളുടെ സംഭാവനകളെ നമ്മൾ മാനിക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ വളരെ സമൂഹം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ചർച്ചയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു പ്രാമുഖ്യം ലോകമെമ്പാടുമുള്ള സിനിമയിൽ അവരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്, അവരുടെ വലിയ സംഭാവനയുണ്ട്. അതത്രയും വേണ്ടപ്പെട്ട നമ്മളിപ്പോൾ കഴിഞ്ഞ 29 മേളകളിൽ നമ്മളതത്ര അങ്ങനെ ആ ഒരു രീതിയിൽ അത് അംഗീകരിക്കപ്പെട്ടുവോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനൊരു പ്രാമുഖ്യം നമ്മൾ നൽകുന്നു, അത്രയേ ഉള്ളൂ. മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം ഉണ്ടോ എന്നാണോ പറഞ്ഞത്? എങ്ങനെ ഈ മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വം ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കൊന്നും ഇന്ന് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുമ്പോൾ ഫെസ്റ്റിവലിന്റെ ഫോക്കസിനെ കുറിച്ചാണ്. അല്ല, അത് മാത്രമല്ല, സ്ത്രീകൾ കൂടുതൽ വരാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ടും കൂടി കണ്ടൂടെ. അപ്പം ഇങ്ങനെയുള്ള ഒരു പക്ഷേ അവരെ ഇൻസ്പയർ ചെയ്യാവുന്നുള്ളൊരു സന്ദർഭം കൂടി പലപ്പോഴും സിനിമയിൽ നമ്മൾ മൊത്തത്തിൽ ആലോചിച്ചാൽ പോലും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. ടെലിവിഷനിൽ അവർക്കുണ്ട്, പക്ഷേ ഈ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ അവർക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഒരു അർത്ഥം അവർക്ക് തന്നെ നൽകാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ലോക സിനിമയിലുള്ള ഒരു വലിയ സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുരുഷ പ്രാധാന്യം ഒട്ടും കുറയ്ക്കുന്നൊന്നുമില്ല. പുരുഷ സിനിമകളും ഉണ്ട്, പക്ഷെ സ്ത്രീകളുടെ ഒരു കൂടുതൽ സംഭാവനകൾ നമ്മൾ ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളൊരു പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ഈ ജെൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീയും പുരുഷനും ഉള്ളത് കൊണ്ടാണ് സിനിമയുണ്ടായത്, കഥയുണ്ടായത്, പാട്ടുണ്ടായത്, പെയിന്റിങ് ഉണ്ടായത്, എല്ലാം ഈ രണ്ടുപേരുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത് സ്ത്രീ. അപ്പം അതിനൊരു വ്യക്തതയാണ് നമുക്ക് ജെൻഡർ. അതിൻ്റെ സൃഷ്ടി എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് മനുഷ്യൻ മാത്രമല്ല, മറ്റുള്ള മൃഗങ്ങളിലായാലും മറ്റുള്ള എല്ലാ ജന്തുക്കൾക്കായാലും ഈ ഒരു അർത്ഥമുണ്ട്. ഗവൺമെന്റ് തന്നെ സംസ്കാര വകുപ്പ് ഇപ്പോൾ സമം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ കുറച്ച് മുമ്പ് നടക്കുകയാണ്. അതിലെല്ലാം നമ്മുടെ ഈ ഒരു സ്ത്രീകളുടെ ഒരു സമത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുല്യത എല്ലാ മേഖലയിലും പുരുഷന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് ഇത് കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് സമൂഹത്തിൽ ആ ഒരു അംഗീകാരം എത്രത്തോളം കിട്ടുന്നു എന്ന് നമ്മൾ സ്വയം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമി ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സിനിമയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ചും സാങ്കേതിക മേഖലയിൽ മറ്റ് ഭാഷകളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ സാങ്കേതിക മേഖലയിൽ ധാരാളം സ്ത്രീ സാന്നിധ്യമുണ്ട്. പക്ഷെ മലയാള സിനിമയിൽ വളരെ അത്ഭുതകരമാണ്, ഇത്രയേറെ സാധ്യതയുള്ള ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മേഖലയിൽ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് മലയാള സിനിമയുടെ ഈ ഒരു സാങ്കേതിക മേഖലയിൽ വളരെ കുറച്ച് സ്ത്രീ സാന്നിധ്യമുണ്ട്? അപ്പോൾ ആ ഒരു പോരായ്മ പരിഹരിക്കുകയും സിനിമ തന്നെ ഒരു സ്ത്രീ സൗഹൃദ ഇടമാക്കി തൊഴിലിടമാക്കി മാറ്റുക. അപ്പോൾ അതിലൂടെ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പല സ്ത്രീകളിൽ നിന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ തന്നെ പലതും അഡ്രസ് ചെയ്യപ്പെടാനും ഇത്തരമൊരു ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ ഒരു സാധ്യതകൾ അത്തരം ഇത് കണ്ടുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര അക്കാദമി ഇങ്ങനെ ഒരു തൊഴിൽ പരിശീലന സാങ്കേതിക മേഖലയിൽ അതിപ്പോൾ ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുകളും അതെല്ലാം കൂടെ 3 ദിവസം അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു പരിശീലനം നടത്തി കഴിഞ്ഞു. ഒപ്പം ഒരു 40ഓളം പേര് നമ്മളതിനകത്ത് വന്നു. അതിൽ കുറേ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് തുടർ പരിശീലനങ്ങളും നൽകി സിനിമയുടെ പല മേഖലകളിലും അവർക്ക് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ നമ്മൾ നിർമ്മാതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചില പ്രോജക്റ്റുകളിൽ തൊഴിൽ അവസരം കൂടി നമ്മൾ ഉറപ്പാക്കുകയും അതുപോലെ KSFDCയുടെ ചില സിനിമാ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നടന്നു വരികയാണ്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അത് വലിയ ഇതില്ലല്ലോ, വലിയ പോപ്പുലറോ അത് വലിയ സബ്സ്ക്രിപ്ഷൻസോ അത് ഇപ്പം നല്ല സിനിമ തിയേറ്ററിലേക്ക് എത്തിയാൽ ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന 7 പേരാണ്. ഈ ഒരു തിയേറ്ററിൽ ആദ്യം പോപ്പുലർ സിനിമയ്ക്ക്
ആൾക്കാരുണ്ടാവും, അത് ഒരു മാർക്കറ്റ് ചെയ്ത വിധങ്ങളും ഉണ്ടാവും. ഇപ്പം കൾച്ചറൽ ഇഷ്യൂസ് നമ്മൾ കൺസീവ്, അതായത് പോപ്പുലർ കണ്ടൻറ്റുകൾ അല്ലാതെ നല്ല സിനിമകളെ കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സർക്കാർ എടുത്തു പോറ്റി. അതൊരു കൾച്ചറൽ വാല്യുവേഷനാണ്. അപ്പോൾ അതും കൂടി മറന്നു പോയാലുണ്ടാകുന്ന ഒരു വാക്യൂം ഒന്ന് ആലോചിച്ച് നോക്കി. അത് മറന്നു പോയാലുണ്ടാവാവുന്ന ഭവിഷ്യത്തുകൾ പലതും ഇല്ലേ. പോപ്പുലർ ആവുക എന്ന് വെച്ചാൽ പോപ്പുലർ ഏറ്റവും നന്നായി ഓടിയ ഒരു പടം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ കളക്ട് ചെയ്ത ഒരു പടം ആണ് ഏറ്റവും നല്ല പടം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ആ പടങ്ങൾ ഒരുപക്ഷെ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കുന്ന ഒരു പലരെയും കാണാം. അപ്പം അത് കാണാൻ വിധിക്കപ്പെടുന്ന വ്യക്തികൾ നമ്മൾ തന്നെ സ്വയം അത് ഒരുപക്ഷെ പ്രൊമോട്ട് പല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം ഡാൻസായാലും കഥകളിയാണെങ്കിലും എത്ര വർഷത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആർട്ട് ഫോം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ആർട്ട് ഫോം കണ്ടൻറ്റുകൾ കൾച്ചറൽ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നതിന് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. വളരെ പെട്ടെന്ന് ഇപ്പം നമുക്ക് വേറൊന്നുമായിട്ട് അവർ മിസ് ചെയ്ത ഏരിയകളാണ് നമ്മൾ ഏറ്റിലേക്കുന്നത്. ഒരു ഭേദപ്പെട്ട സിനിമ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ അവിടെ കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത് സിനിമാ തിയേറ്ററിൽ എത്ര ദിവസം ഓടിയെന്നാണ്. അപ്പോൾ ആ ഓടിയ പടത്തിനോ അല്ലെങ്കിൽ പോപ്പുലർ സ്റ്റാർസിൻ്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന പടങ്ങൾക്കല്ലേ മറ്റിടത്ത് കിട്ടുന്നത്. അത് കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്കത് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സന്ദർഭമായിട്ടാണ് ഈ OTT കണ്ടിട്ടിരിക്കുന്നത്. അത് നമ്മളിവിടെ ഒരു ഡയലോഗായിട്ട്, അതായത് ഇപ്പം 250 പടത്തിന് മുകളിൽ സെൻസർ ചെയ്തെങ്കിലും 100 പടത്തിൻ്റെ താഴെയാണ് തിയേറ്ററിലെത്തിയത്. അത് തിരിച്ച് റീഡിസ്കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. നമ്മൾ കൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവരുടെ പടങ്ങൾ നമുക്ക് തരികയും ആ പടങ്ങൾ നമ്മൾ ഒരുപക്ഷെ എക്സിബിറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് തിയേറ്ററിലേക്ക് എത്തുകയും KSFDC തിയേറ്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു അന്വേഷണം കൂടി ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കൊടുക്കുന്ന നന്മയുടെ ഒരു ഭാഗമായിട്ട് ഇത് കണ്ടാൽ മതി. Okay, thank you.